കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടെന്ന അഭിപ്രായം ഇന്ത്യ മുന്നണിക്ക് പുറമെ കോൺഗ്രസിനുള്ളിലും ശക്തമാകുന്നു. രാഹുലിന്റെ മണ്ഡലം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക കേന്ദ്ര നേതൃത്വമാണ്. എന്നാൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെയുള്ള CPI മത്സരിക്കുന്ന വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന അഭിപ്രായമാണ് ശക്തമാകുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഈ അഭിപ്രായം പൊതുവായി ശക്തി പ്രാപിക്കുന്നുണ്ട്. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടി വേണം രാഹുൽ ലോക്സഭയിലേക്ക് പോകാനെന്നാണ് മുന്നണിക്കുള്ളിലെ അഭിപ്രായം. ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നല്ല ഉത്തരേന്ത്യയിൽ നിന്ന് വേണം രാഹുൽ മത്സരിക്കാനെന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുന്നുവെങ്കിൽ BJPക്ക് മേഖലയിൽ ശക്തിയുള്ള കർണാടകയിൽ നിന്ന് വേണമെന്നാണ് നേതാക്കൾ പറയുന്നത്. മല്ലികാർജുൻ ഖാർഗെയുടെ സംസ്ഥാനമാണ് കർണാടക. അദ്ദേഹം ഇവിടെ നിന്ന് ജനവിധി തേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ദേശീയ നേതാവ് കൂടി കർണാടകയിൽ മത്സരിക്കേണ്ടതില്ലെന്ന വികാരവും ശക്തമാണ്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുകയാണെങ്കിൽ അത് സോണിയാഗാന്ധിയാകാനാണ് സാധ്യത. തെലങ്കാനയിൽ നിന്ന് സോണിയ പോരിനിറങ്ങുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. സിറ്റിംഗ് മണ്ഡലമായ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് സോണിയ മത്സരിക്കില്ല. പകരം രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്ന് ലോക്സഭയിലേക്കോ എന്നതാണ് പരിഗണിക്കുന്നത്. തെലങ്കാനയുടെ അമ്മ എന്ന നിലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ സോണിയയെ അവതരിപ്പിച്ച് വലിയ വിജയം നേടിയ കോൺഗ്രസ് ലോക്സഭയിൽ സോണിയയെ സംസ്ഥാനത്ത് നിന്ന് മത്സരിപ്പിച്ചാൽ വൻ വിജയത്തിന് കളമൊരുക്കാമെന്ന് കണക്കുകൂട്ടുന്നു. സോണിയ റായ്ബറേലി വിടുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് മത്സരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ എത്തുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ജനവിധി തേടും. അമേഠിയിൽ രാഹുൽ മത്സരിക്കാൻ സാധ്യത കുറവാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ തന്നെ ഏതെങ്കിലും കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനാണ് സാധ്യത. BJPക്ക് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിൽ കൂടി അദ്ദേഹം മത്സരിക്കണമെന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്.